നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നവാസ് ജാൻ എ ഫ്രം കോഴിക്കോട്. പുതിയ ഭാരതീയ ന്യായ സംഹിത 2023 കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ 2 നൂറ്റാണ്ടോളം ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ഈ ബ്രിട്ടീഷുകാർ നമ്മൾക്കായി ഉണ്ടാക്കി വെച്ചിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് 1860, ലോർഡ് മെക്കാളയുടെ 1860 നിയമം 163 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഭാരതീയർ തന്നെ, നമ്മൾ ഇന്ത്യക്കാർ തന്നെ നമ്മുടെ പുതിയ പാർലമെന്റിൽ വെച്ച് പാസ്സാക്കിയെടുത്തതാണ് ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ ന്യായ സംഹിത 2023. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നായിരുന്നു എങ്കിൽ ഇവിടെ ഭാരതീയ ന്യായ സംഹിത എന്നാണ് പറയുന്നത്. നമ്മൾ ന്യായത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ബ്രിട്ടീഷുകാർ ശിക്ഷയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ ഇന്ന് ന്യായത്തിൽ ഓറിയന്റ് ചെയ്തുകൊണ്ട് ന്യായത്തിൽ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നിയമമാണ് നമ്മുടെ പുതിയ പാർലമെന്റ് വെച്ച് നമ്മൾ ഇന്ത്യക്കാർ തന്നെ ലെജിസ്ലേറ്റ് ചെയ്ത് നിയമമാക്കി കൊണ്ടുവന്നത്. ഏതൊരു നിയമം പഠിക്കുമ്പോഴും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ നിർവചനങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് 2 പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നോക്കാം, 2 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നോക്കാം. അത് IPC സെക്ഷൻ 20 കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു. IPC സെക്ഷൻ 20 നമ്മുടെ BNS ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 2 clause 5 കോർട്ട്. എന്താണ് BNS-ലെ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ കോർട്ട്? കോർട്ട് മീൻസ് എ ജഡ്ജ് who is empowered by law to act judicially alone, or a body of judges which is empowered by law to act judicially as a body, when such judge or body of judges is acting judicially. വളരെ സിമ്പിളായിട്ട് നോക്കാം. നമ്മൾക്കറിയാം, കോടതി എന്ന് പറയുന്നത് വക്കീലന്മാർ മാത്രം അടങ്ങിയതല്ല. വക്കീലന്മാരോ അവിടുത്തെ റൈറ്റർമാരോ അവിടുത്തെ ക്ലർക്കുമാരോ അടങ്ങിയതല്ല. കോടതി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം അവിടെ ഒരു ജഡ്ജി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ആ ജഡ്ജി കോടതിയിൽ നീതി നിർവഹണം നടത്തുമ്പോൾ മാത്രമാണ് ആ ജഡ്ജിയെ നമ്മൾ കോടതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയില്ല, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അവിടെ ജഡ്ജിമാരുടെ പേരല്ല പറയുന്നത്, കോടതി എന്ന്. ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജഡ്ജിമാർ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാകാം. പക്ഷേ ഒരു ജഡ്ജി നീതി ന്യായ നിർവഹണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെ കോടതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിംഗിൾ ജഡ്ജ് ആയാലും when he is acting judicially, നീതി നിർവഹണം നടത്തുകയാണ്. when he is acting judicially, it's a court. അപ്പോൾ a body of judges, more than one judge, ഒന്നിൽ കൂടുതൽ ജഡ്ജിമാരെ പഠിക്കുന്ന ഡിവിഷൻ ബെഞ്ചാർക്കാർക്ക് 2-3 പേര്, അവരെല്ലാവരും കൂടി നീതിന്യായം എഴുതുകയാണ്. then that is also a court. ഇനി നോക്കൂ, എന്തുകൊണ്ടാണ് ആക്ടിങ് ജുഡീഷ്യലി എന്ന് പറയുന്നത്? നീതി നിർവഹണം നടത്തുമ്പോൾ മാത്രമാണ് അവരെ കോടതി എന്നറിയപ്പെടുന്നത്. ഇപ്പം നമ്മുടെ വീടിനടുത്തൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വക്കീലിൻ്റെ ഒരു കല്യാണമുണ്ട്. അവിടെ നമ്മൾ ജഡ്ജിമാരെ ക്ഷണിച്ചു, 1-2 ജഡ്ജിമാർ വരുമ്പോൾ ദേ ഹൈക്കോടതി പോകുന്നു, ദേ കോടതി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമോ? ദേ ജഡ്ജിമാർ പോകുന്നു, ജഡ്ജിമാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നേ പറയുള്ളൂ. അപ്പോൾ ജഡ്ജി കോടതിയായി മാറണമെങ്കിൽ നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരിക്കണം. അതിനാണ് പറയുന്നത് കോർട്ട് മീൻസ് എ ജഡ്ജ് ഹു ഈസ് എംപവേർഡ് ബൈ ലോ. നിയമം മൂലമായിരിക്കണം, അല്ലാതെ 4 ആളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നീതി നടത്തുക എന്നല്ല. നിയമം മൂലം അദ്ദേഹത്തെ ജഡ്ജിയായി അപ്പോയിന്റ് ചെയ്തിരിക്കണം. എ ജഡ്ജ് ഹു ഈസ് എംപവേർഡ് ബൈ ലോ ടു ആക്ട് ജുഡീഷ്യലി അലോൺ. ഒറ്റയ്ക്കാണെങ്കിൽ നീതി നിർവഹണം നടത്തുകയാണെങ്കിൽ ഒരു കോടതിയാണ്. ബോഡി ഓഫ് ജഡ്ജസ്, ഒന്നിൽ കൂടുതൽ ജഡ്ജിമാരുണ്ടെങ്കിൽ വിച്ച് ഈസ് എംപവേർഡ് ബൈ ലോ ടു ആക്ട് ജുഡീഷ്യലി ആസ് എ ബോഡി. അവരെല്ലാവരും കൂടി കൂട്ടായിട്ട് തീരുമാനം എടുക്കുകയാണ്, എന്നാലും അത് കോടതിയാണ്. when such judge or body of judges is acting ജുഡീഷ്യലായി ആക്ട് ചെയ്യുമ്പോൾ, അതായത് നീതി നിർവഹണം നടത്തുമ്പോൾ മാത്രമാണ് ഈ ജഡ്ജി എന്നത് കോടതി ആയി തീരുന്നത്.
അപ്പോൾ എന്തായിരുന്നു വ്യത്യാസം? സെക്ഷൻ 20 IPC കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നായിരുന്നു, നീതിന്യായ കോടതി എന്നായിരുന്നു, കോർട്ട് ഓഫ് ജസ്റ്റിസ്. അത് സെക്ഷൻ 2+5 ഭാരതീയ ന്യായ സംഹിതയിൽ എന്തായി? വെറും കോർട്ടായി. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ കോമൺ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഒന്ന്, കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചു, നമ്മൾ പറയുന്നു ഓൺലി കോർട്ട്. അപ്പൊ എന്താ വ്യത്യാസം? ഓൺലി കോർട്ട് എന്ന് പറഞ്ഞാൽ വി ആർ വെരി ഷുവർ ദാറ്റ് ഓൾ കോർട്ട്സ് വിൽ ഡെലിവർ ജസ്റ്റിസ് ഓൺലി. ഓൾ കോർട്ട് വിൽ ഡു ജസ്റ്റിസ്. എല്ലാ കോടതികളും നീതി നടപ്പാക്കുമെന്ന് നമ്മൾ ഇന്ത്യക്കാർ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കോർട്ട് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, നീതി നടപ്പാക്കുന്ന കോടതി. അതിന് മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ നീതി നടപ്പാക്കാത്ത കോടതികളും ഉണ്ടെന്നല്ലേ, അല്ലെങ്കിൽ അനീതി നടത്തുന്ന കോടതികൾ വേറെയും ഉണ്ടെന്നല്ലേ. അപ്പൊ ആ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നത് മാറ്റി വെച്ചിട്ട് ഇവിടെ വെറും കോർട്ട് എന്നാക്കി. അതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ്. ഇനി ലെറ്റ് us go to ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് IPC സെക്ഷൻ 29 പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ സെക്ഷൻ 2+8 ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് us see. Document means any matter expressed or described upon any substance by means of letters, figures, marks, or by more than one of those means, and includes electronic and digital record intended to be used or which may be used as evidence of that matter. നോക്കൂ, ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഒരു രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാമ്പ് പേപ്പറും വലിയ കെട്ടും അതിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്തതും സ്റ്റാമ്പ് ഒട്ടിച്ചതും സീല് വെച്ചതും ഒക്കെ ആയിട്ട് വളരെ സൂക്ഷ്മമായി കൊണ്ടു നടക്കേണ്ട, പെട്ടിക്കകത്ത് വെച്ച് കൂട്ടിക്കൊണ്ടു നടക്കുന്ന സാധനം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്തകളിൽ വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നിയമം ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൾ എനി സബ്സ്റ്റൻസ്. എന്തിലെഴുതിയാലും, നമ്മളിപ്പോൾ ഒരു ഇലയുടെ പുറത്ത് എഴുതി, അല്ലെങ്കിൽ ഒരു കടലാസിന്റെ പുറത്ത് എഴുതി, അല്ലെങ്കിൽ ഓലയിൽ എഴുതി. പണ്ട് ആശാൻ പള്ളിക്കൂടത്തിൽ ഓലയിൽ എഴുതി പഠിപ്പിക്കലാണ്. അതുമാതിരി ഓലയിൽ നമ്മൾ എഴുത്താൻ ഉപയോഗിച്ച് എഴുതി. ദാറ്റ് ഈസ് എ ഡോക്യുമെന്റ്. എനി മീൻസ് ഓൺ എനി സബ്സ്റ്റൻസ്, എന്തിലും എഴുതാം. ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, എഴുത്തുകളാവാം, വാക്കുകളാവാം, അക്ഷരങ്ങളാവാം, ഫിഗേഴ്സ് ആവാം, അക്കങ്ങളാവാം, ചിത്രങ്ങളാവാം, മാർക്സ് ആവാം, ഇങ്ങനെ അടയാളപ്പെടുത്തി ശരി തെറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയതാവാം. ഓർ ബൈ മോർ ദാൻ വൺ ഓഫ് ദോസ് മീൻസ്, അക്ഷരങ്ങളും വാക്കുകളും നമ്പറുകളും സംഖ്യകളും ചിത്രങ്ങളും ഒക്കെ അടങ്ങിയ ഒരു സംഗതി ആയാലും അത് ഡോക്യുമെന്റ് ആണ്. ഇനി പുതിയ സെക്ഷൻ 28 എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? ആൻഡ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്. ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്, നമ്മളിന്ന് മൊബൈൽ ഫോണിൽ നമുക്ക് വാട്സപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് ഉണ്ട്. നമുക്ക് പെൻഡ്രൈവിലിടാം, CD-യിലിടാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ, ആയിരക്കണക്കിന് പേജുള്ള സാധനങ്ങൾ കുഞ്ഞ് പെൻഡ്രൈവിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ പെൻഡ്രൈവ് വല്ലതും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ 1860 ഇത് ഇന്ത്യൻ പീനൽ കൂടെ എഴുതി ഉണ്ടാക്കിയപ്പോൾ ഇതിനെപ്പറ്റി വിഭാവനം ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉന്നത തുങ്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കൂടുതൽ പ്രാധാന്യം ഈ ടെക്നോളജിക്ക് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് റെക്കോർഡ്, പെൻഡ്രൈവിലോ CD-യിലോ മറ്റേ മെസ്സേജായി വന്നതോ മൊബൈൽ ഫോണിലോ ഉള്ള ഡോക്യുമെന്റ് എന്താണ്? അതൊരു ഡോക്യുമെന്റ് ആണ്. ദാറ്റ് ഈസ്, ആ ഇൻഫർമേഷൻ എന്താണ്? ദാറ്റ് ഈസ് എ ഡോക്യുമെന്റ്. ഇനി നമ്മൾ സെക്ഷൻ 2F ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എടുത്തോളൂ. അതിലെന്താ പറയുന്നത്? ഇലക്ട്രോണിക് റെക്കോർഡ് മീൻസ് ഡാറ്റ റെക്കോർഡ് ഓർ ഡാറ്റ ജനറേറ്റഡ്, ഇമേജ് ഓർ സൗണ്ട് സ്റ്റോർഡ്. നിങ്ങൾക്ക് ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, നിന്നെ ഞാൻ 24 മണിക്കൂറിനകം ശരിയാക്കി കളയും, നിങ്ങളെ ഭീഷണിപ്പെടുത്തി. നിങ്ങൾക്കതൊരു തെളിവായി കോടതിയിൽ ഹാജരാക്കാം. കാരണം ഇറ്റ് ഈസ് സൗണ്ട് സ്റ്റോർഡ്, റിസീവ്ഡ്. നിങ്ങൾ റിസീവ് ചെയ്താണ്, വേറെ ആൾ ഫോണിൽ നിന്ന് റിസീവ് ചെയ്താണ്. സെൻഡ് ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം. അതുപോലെ തന്നെ നിങ്ങളൊരു ഡീറ്റെയിൽ അങ്ങോട്ട് അയച്ചു കൊടുത്തു വേറൊരാൾക്ക്, അയാൾക്കും അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റും. ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം ഓർ മൈക്രോഫിലിം ഓർ കമ്പ്യൂട്ടർ ജനറേറ്റഡ് മൈക്രോഫിൽസ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ the main difference between the definitions in document
under section 29 of Indian Penal Code 1860 and section 28 of the new Bharatiya Nyaya Samhita is that the electronic records will be considered as a document. Whether you are using it in the court or not using it. It may be used in the court, may be used as evidence, but it is a document. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഡെഫിനിഷൻസ് തറവാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സെക്ഷൻസ് നമുക്ക് കൂടുതൽ ഹൃദിസ്ഥമാകും. ഇംഗ്ലീഷിലും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.